പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും നിർണായകമായ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നയതന്ത്ര ചർച്ചകൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ട് വെച്ച കർശനമായ ഉപാധികൾ ഈ സമാധാന നീക്കങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ടോ എന്ന ആശങ്കയും ശക്തമാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഇറാൻ അമേരിക്ക സംഘർഷം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യത തെളിയുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത രണ്ട് പ്രധാന ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമതായി, തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും അത് ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് അവർ വിലയിരുത്തുന്നത്. രണ്ടാമതായി, ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ അധികാരം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. ഈ പാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള ഇറാന്റെ തീരുമാനം അമേരിക്കയെയും മറ്റു പാശ്ചാത്യ ശക്തികളെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ തന്ത്രപ്രധാനമായ നിലപാടുകൾ പാകിസ്ഥാൻ മുഖേനയാണ് ഇറാൻ അമേരിക്കയെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾ കാരണം നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നുണ്ട്. ഖത്തർ, ഈജിപ്ത്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ടെങ്കിലും ആണവ വിഷയത്തിലും ഹോർമുസിലെ ഗതാഗത നിയന്ത്രണത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന ഇറാന്റെ തീരുമാനം പരിഹാര ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ ഉപാധികൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. നേരിട്ടുള്ള ചർച്ചകൾക്ക് നിലവിൽ സാധ്യത കുറവായതിനാൽ ഖത്തർ, ഈജിപ്ത്, ഫ്രാൻസ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ സജീവമായ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ പ്രതിനിധികൾ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ഇറാന്റെ ആണവ നിലപാടുകളിൽ റഷ്യയുടെ നിലപാടും നിർണായകമാണ്. ഇറാന്റെ യുറേനിയം ശേഖരം സംരക്ഷിക്കാമെന്നും സിവിലിയൻ ആണവ പദ്ധതികളിൽ സഹായം നൽകുമെന്നും റഷ്യ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ നയതന്ത്ര ചർച്ചകൾക്ക് വേദിയാകാൻ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുള്ള സെറീന ഹോട്ടൽ സർവ്വസജ്ജമായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും ഉന്നത പ്രതിനിധികൾ തമ്മിൽ മുഖാമുഖം സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലൂടെ ലോക സമാധാനത്തിന് തന്നെ വലിയൊരു വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഹോട്ടലിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയിരുന്നത്. നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷിതമായി എത്തുന്നതിനായി ഹോട്ടൽ പരിസരം റെഡ് സോൺ ആയി പ്രഖ്യാപിക്കുകയും കടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നിർണായകമായ രണ്ട് വിഷയങ്ങളിൽ ഇറാന്റെ ആണവ പദ്ധതി, ഹോർമുസ് കടലിടുക്കിലെ അധികാരം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി. ഇറാൻ മുന്നോട്ട് വെച്ച കർശനമായ ഉപാധികളിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് നേരിട്ടുള്ള ചർച്ചകൾ നടത്താനുള്ള നീക്കം നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും ഖത്തർ, ഈജിപ്ത്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ വഴിയുള്ള നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലെ ഒരുക്കങ്ങൾ അവസാനിപ്പിച്ചത് നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള ആദ്യഘട്ടത്തിലെ തടസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ നയതന്ത്ര യുദ്ധം വെറും ഒരു പ്രാദേശിക തർക്കമായി കാണാനാവില്ല. മറിച്ച് ഇത് ആഗോള എണ്ണ വിപണിയെയും ലോക സാമ്പത്തിക വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന അതീവ ഗൗരവമുള്ള വിഷയമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തകർക്കുന്നുണ്ടെങ്കിലും ചൈനയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പിന്തുണ തങ്ങളുടെ നിലനിൽപ്പിന് കരുത്തേകുമെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന അമേരിക്കയുടെ താൽപര്യങ്ങളും തമ്മിൽ എവിടെയാണ് ഒരു പൊതുവായ സമവായത്തിൽ എത്തുക എന്നതിലാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പലതലത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥിരമായ സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ ഇനിയും നിരവധി കടമ്പകൾ ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തർക്കവും യുറേനിയൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും തുടരുമെന്ന് ഉറപ്പാണ്.